നമസ്കാരം സുഹൃത്തുക്കളെ, കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് തുടങ്ങി എല്ലാ എക്സാമുകളുടെയും പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് 7ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ പ്രിലിംസ് നിലവാരത്തിലും നടന്ന എല്ലാ നിലവാരം, ഇപ്പോൾ 7 ആണെങ്കിലും 10 ആണെങ്കിലും +2 ആണെങ്കിലും ഒക്കെ എല്ലാ നിലവാരത്തിലും നടന്ന പ്രിലിംസ് ലെവലുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ എഴുതി അറിയിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. വൈകുണ്ഠ സ്വാമികൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോ വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യണം. പോസ് ചെയ്തിട്ട് എനിക്ക് ഈ ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കണം. ഇതിൽ തെറ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ പോയിട്ട് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ട് വ്യക്തമായി പഠിക്കുക. കാരണം വൈകുണ്ഠ സ്വാമികൾ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആൻസർ ബി ആണ് കേട്ടോ. 2, 3, 4 ശരിയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ വിശ്വാസ ഏതാണ് സംഹിത ഏതാ? അയ്യാവഴി. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യർ കലാപത്തെ പറ്റി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് ചോദ്യം. സി ആണ് കേട്ടോ. 2, 3 തെറ്റാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയാണ് നിയോഗിച്ചത്. കലാപത്തിന്റെ നേതാവാണ് രാമൻ നമ്പി അല്ലേ. ബ്രിട്ടീഷുകാർ നിയമിച്ചതൊന്നുമല്ല. പിന്നെ ഏതാണ്? 2, 3 അല്ലേ. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛൻ അല്ല, രാമൻ നമ്പിയാണ്. രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാര് വധിച്ചു. അപ്പൊ കുറിച്യർ കലാപം 1812 ആണ്. ശരിയാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അതും കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. കുറിച്യർ കലാപം 1812. കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചിട്ടുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? അപ്പൊ 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ് ആണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. ഹാൻകാങ് എന്ന് പറയുന്ന വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ഈ ദ വെജിറ്റേറിയൻ എന്ന നോവലാണ് അദ്ദേഹത്തിന് എന്താണ് നല്ലൊരു കാര്യം അതായത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത് ദ വെജിറ്റേറിയൻ എന്ന നോവലാണ് കേട്ടോ. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഹാൻകാങ് ദക്ഷിണ കൊറിയൻ സ്വദേശി. അതൊരു ഏഷ്യൻ വനിതയാണ്. പിന്നെ സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. ദ വെജിറ്റേറിയൻ നോവലിന് മാൻ ബുക്കർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. എ ആണ്. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. 1885. പിന്നെ എന്താണ് 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. ശരിയായ പ്രസ്താവനയാണ്. 1934 ഗാന്ധിജി കോൺഗ്രസിന്റെ താഴെ ശരിയായ ജോഡി ഏതെന്നാ ചോദിച്ചത് അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. 1934 അല്ല, 1924 ബൽഗാം സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? 2024 ബ്രിക്സ് ഉച്ചകോടി. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഡി ആണ് കേട്ടോ. 1, 4. 16ാമത് ഉച്ചകോടിയാണ് റഷ്യയിലെ കസാനിൽ വെച്ചിട്ട് നടന്നത് കേട്ടോ. 1, 4 ശരി. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടു.
16ാമത് ഉച്ചകോടിയാണ് റഷ്യയിലാണ് കേട്ടോ. അതിവിടെ ചൈന എന്നാണ് തന്നിരിക്കുന്നത്, ചൈനയല്ല, റഷ്യയിലെ കസാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന. ISROയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബി ആണ് 3ഉം 4ഉം കേട്ടോ. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ, ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ് ആണ്. പിന്നെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ്? VSSC ലെ VSSC തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ISRO സ്ഥാപിതമായ വർഷം 1969. സ്വാതന്ത്ര്യ സമരകാലത്തെ മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? എല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അതൊരു പ്രിലിംസ് എക്സാം ആണ്, പക്ഷെ എല്ലാ സ്റ്റേറ്റ്മെന്റ് എക്സാം ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോർ കീപ്പറിന്റെ നടന്ന എക്സാം ആണ്. നോക്കൂ ക്വസ്റ്റ്യന്റെ അപ്പൊ നിലവാരം കണ്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 7 A ആണ്. 1ഉം 2ഉം 3ഉം ആണ് കേട്ടോ ശരിയായിട്ടുള്ള പ്രസ്താവന. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ. അൽ അമീൻ പത്രം ആരാ? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 39-ൽ ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി 4 ആണ് കേട്ടോ. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ, തെറ്റാണ്. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. വയലാർ അവാർഡ് അശോകൻ ചെരുവിലാണ്. കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനാണ്. 2023 കാര്യമാണ് ഇത് പറയുന്നത് കേട്ടോ. 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം. A ആണ് കേട്ടോ. ഫസ്റ്റ് മലബാർ കലാപം, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിന്റെ മരണം, അതിർത്തി ഗാന്ധിയുടെ മരണം. 1921 മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം 1936 കേട്ടോ. അപ്പൊ നമുക്കിപ്പോ മലബാർ കലാപം നമുക്കറിയാം 1921 വരുമ്പോ ഫസ്റ്റ് ഓപ്ഷൻ 2 വരുന്ന ഓപ്ഷൻ തന്നെ ആദ്യം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ അത് കഴിഞ്ഞ് എന്താണ് ഇപ്പൊ 2 വരുന്ന ഓപ്ഷൻ 2 ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം അത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രപ്രവേശനം. അപ്പൊ 2, 3 ഓപ്ഷൻ തന്നെ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ആയത് ഏതാണ്? കൊച്ചി മെട്രോ സമയത്ത് ചെയ്യാനാണ്. C ആണ് ആൻസർ കേട്ടോ. 1ഉം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17. പിന്നെ 2 KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കീബിൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കീബിൾ ലംചാവോ മണിപ്പൂരാണ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ് കേട്ടോ. അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം. ഓക്കെ. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ജൂൺ മാസം സെപ്റ്റംബർ ഏതാണ്? മൺസൂൺ കാലമാണ് അല്ലെ. അപ്പൊ മൺസൂൺ കാലമാണ്. അതിലെ കാർഷിക കാലം ഏതാന്ന് ചോദിച്ചാൽ ഖാരിഫ് വിള. മഴക്കാലത്താണ് ഖാരിഫ്. അത് കഴിഞ്ഞിട്ട് റാബി, അത് കഴിഞ്ഞിട്ട് സെയ്ദ്. സെയ്ദ് വേനൽക്കാലത്താണ്. പഴം, പച്ചക്കറികൾ. റാബി, ഗോതമ്പ്, ഇതൊക്കെ പയർ, ഗോബാക്ക് അല്ലെ. ഗോതമ്പ്, പയറ്, കടുക്, ഇതൊക്കെ റാബി വിളകളാണ്. ഖാരിഫ്, നെല്ല്, ഇതൊക്കെ ജൂൺ മാസം. അവശിഷ്ട പർവ്വതങ്ങൾക്ക്, അതായത് റെസിഡ്യൂൽ പർവ്വതം ഉദാഹരണം ഏതാണ്? അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ആരവല്ലി. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനും. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനും. എക്സാം ഹാളിലെ ഘാതനവും അല്ലേ, ഇതൊക്കെ അങ്ങോട്ട് കണ്ട പിന്നെ നല്ല രസമായിരിക്കും. ബിയിലെ ചുവപ്പ് മണ്ണ് കേട്ടോ, റെഡ് സോയിൽ ആണ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം. ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം, അത്രേ ഉള്ളൂ.
ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം ബി മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഡി ആണ് ആന്ത്രാസൈറ്റ് കേട്ടോ. ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ് അല്ലെ, ഇതൊക്കെയാണ് ഇത് കൽക്കരിയുടെ വകഭേദം കേട്ടോ. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് ഇതൊക്കെ പുതിയ SCERT ആണ് കേട്ടോ. മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937 തിരുവിതാംകൂർ സർവകലാശാലയാണ് 57 കേരള സർവകലാശാലയായി മാറിയത്. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം. നിസ്സഹന പ്രസ്ഥാനം 1920. നിസ്സഹന പ്രസ്ഥാനമൊക്കെ പുതിയ SCERT അടിപൊളിയായിട്ട് നല്ല കണ്ടന്റുകൾ അതിലുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട് കേട്ടോ. പുതിയ SSCRTയുടെ ക്യാപ്സൂൾ നോട്ട്സ് ആയിട്ട്, ക്യാപ്സൂൾ ഡീറ്റെയിൽഡ് നോട്ടായിട്ട് ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ 3ാമത്തെ ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ടാണ് ലെസൺ നിങ്ങൾക്ക് നല്ല നോട്ടുകളായിട്ട് തരുന്നത്. ഒപ്പം പഠിച്ചു വരിക കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം അതും വ്യക്തമായിട്ട് അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഉപ്പ് സത്യാഗ്രഹം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിന്റേതല്ലാത്ത കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ അല്ലാത്തത് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. ദർശനമാല, ദൈവദശകം, നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ONVക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ, ONVക്ക് കിട്ടിയിട്ടുണ്ട്, MTക്ക് കിട്ടിയിട്ടുണ്ട്, അക്കീത്തം അച്യുതൻ നമ്പൂതിരിക്കും കിട്ടിയിട്ടുണ്ട്, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആൻസർ ഇതാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. 2007 ONV കുറിപ്പിന് കിട്ടിയത്. 98 MTക്ക് എന്റെ ഒരു ഓർമ്മ. അക്കിത്തം 2019 കേട്ടോ. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ 1ഉം 3ഉം ശരിയാണ്. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. രംഗനാഥൻ മിശ്ര എന്താ? മനുഷ്യാവകാശ കമ്മീഷനാണ് അല്ലെ. മുഖർജി കമ്മീഷൻ വന്നിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാൾ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്ത കറണ്ട് അഫെയർ ഒഴികെ എല്ലാം SSCRT ആണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുക നല്ല രീതിയിൽ. ഇനിയിപ്പോ നിങ്ങൾ അടുത്ത എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നവരെ ഞാൻ 100%, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും വിശകലനം ചെയ്ത് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ ഞാൻ പറയുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നന്നായിട്ട് പ്രിലിംസിനില്ലേ SSCRTയും നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കറണ്ട് അഫെയറും സുഖമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? പ്രിലിംസിന് നല്ല മാർക്ക് കിട്ടും. പിന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? മെയിൻസ് എക്സാമിന് വരുന്ന സമയത്ത് ഈ 3 തന്നെ, ഇതിപ്പോ പ്രിലിംസ് നിലവാരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ഈ ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാം. മെയിൻ എക്സാം ആകുമ്പോൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ SSCRT എടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏത്? മെയിൻ എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നമ്മൾ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പ്രിലിംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്കും എല്ലാ ലെവലിലെയും പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിയും. അപ്പൊ ഇനി മെയിൻ എക്സാം എത്തുന്ന സമയത്ത് മെയിൻ എക്സാമിന്റെ എല്ലാ നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്യുക, കൂടെ കറണ്ട് അഫെയർ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത് 3 കഴിഞ്ഞു. പിന്നെ 4ാമത് നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, സുപ്രധാന നിയമങ്ങള്, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ തണ്ണീർത്തടം, നെൽവയൽ സംരക്ഷണം, അങ്ങനെ ആ ടോപ്പിക്കുകൾ വരുന്നുണ്ടല്ലോ, ആ ഒരു ഏരിയ ആ ഒരു മൊഡ്യൂള് നന്നായിട്ട് നോക്കുക. ഓക്കെ, സുപ്രധാന നിയമങ്ങളായി മൊഡ്യൂള് കേരള ഭരണ സംവിധാനം, ആ മൊഡ്യൂളായി മനസ്സിലാകുന്നുണ്ടോ?
അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് എക്കണോമിക്സ്, ഈ 4 ടോപ്പിക്കുകൾ നന്നായിട്ട് നോക്കുക. കറണ്ട് അഫയർ നോക്കുക, PQ നോക്കുക, SCR നോക്കുക. സുഖമായിട്ട് അടുത്ത ജോലി കയ്യിലിരിക്കും. അത് ഞാൻ ഉറപ്പ് പറയുന്നു. അല്ലാതെ കിടന്നിട്ട് എവിടെയെങ്കിലൊക്കെ ഓരോ യൂട്യൂബിന്റെ വീഡിയോകൾ കാണുമ്പോഴേക്കും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവിടെ ഉണ്ടാക്കി ഇങ്ങനെ ആക്കി, അങ്ങനെയല്ല. കുറേ ക്ലാസ്സുകൾ കാണുന്നതിൽ എല്ലാ കാര്യം നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. തരുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക, അത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അപ്പൊ നമ്മൾ SSCRT ക്ലാസ് ചെയ്യുന്നത് എഴുതിയെടുക്കൽ കാര്യം നടക്കുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ തരുമ്പോ നോട്ട് തരുമ്പോ നിങ്ങൾ വീണ്ടും അത് ആ ക്ലാസ് എടുത്തിട്ട് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് പോകാനായിട്ട് കഴിയണം. ആ രീതിയിലായിരിക്കും നമ്മൾ നോട്ട് തരേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതിനാണ് ഞാൻ SSCRT ലെസൺ അങ്ങനെ തരാതെ. SCRT അങ്ങനെ ലെസൺ തന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കും, റിവിഷൻ ചെയ്യും? ഒരു പ്രാവശ്യം കേട്ടിട്ട് എങ്ങനെ പഠിക്കും? ഒരാൾക്ക് എത്ര നിങ്ങൾക്ക് IQ ഉണ്ട് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഒരിക്കൽ പഠിച്ചത് കൊണ്ട് ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാതെ നിങ്ങൾക്ക് എക്സാം ഫലം മാർക്ക് നേടാൻ കഴിയില്ല. അത് 3, 4, 5 തവണ റിവിഷൻ പോകണം. അപ്പൊ അതിനാണ് നമ്മൾ SCRT ക്യാപ്സ്യൂൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് അരിച്ചു പെറുക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ആകെ നമുക്കതിൽ സപ്പോർട്ട് തീരെ കുറവാണ്. അപ്പൊ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലാസ് തരുന്നതിൽ ആരിരുന്ന് പഠിക്കുന്നുണ്ടോ അവര് വിജയിക്കും. അല്ലാത്തവർ ഇനി വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി കാത്തിരിക്കും. അത് ഉറപ്പാണ്. നോക്കിക്കോ കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ റാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? ഡെൻമാർക്ക് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ട്രാൻക്യുബാറിലാണ് കേട്ടോ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് കുറിച്യർ കലാപമാണ് അല്ലെ? കുറിച്യർ കലാപം നമ്മൾ എപ്പോ നേരത്തെ എത്ര പഠിച്ചത്? 1812. 1841 കുളച്ചൽ യുദ്ധം ശരിയാണ്. 1809 കുണ്ടറ വിളംബരം. 1821 ആറ്റിങ്ങൽ കലാപം. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ബി ആണ് കേട്ടോ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. ശരിയാണ്. 1950 ജനുവരി 26-ാം തീയതി വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ എന്ത് ചെയ്തത്? കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1976. 2002 86-ാമത്തെ ഭേദഗതിയില് വീണ്ടും ഒരു കടമ കൂടി ഉൾപ്പെട്ടു. അങ്ങനെ ഇപ്പൊ 11 മൗലിക കടമകൾ. ഇന്ത്യയുടെ ദേശീയഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ദേശീയഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ശരിയാണ്. പിന്നെ ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയഗീതത്തിനുള്ളത്. ശരിയാണ്. രണ്ടിനും ഒരേ തുല്യമാണ് അല്ലെ? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ഡി ആണ് കേട്ടോ. 1ഉം 3ഉമാണ്. ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് ശരിയായവ ഏത്? മനുഷ്യാവകാശ കമ്മീഷൻ ബി ആണ് കേട്ടോ. 1ഉം 2ഉം 4ഉമാണ്. 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ശരിയാണ്. 93 ഡിസംബർ 10 ആദ്യത്തെ കമ്മീഷൻ നിലവിൽ വന്നു. ആണോ? അല്ല അല്ലെ? 1993 എത്രാം തീയതിയാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്താണ്. മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഏത് മാസം വിത്ത് ഡേറ്റ് കേട്ടോ. താഴെ കമന്റ് ചെയ്യണേ. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പൊ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇത് തെറ്റാണ് കേട്ടോ. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എസ് സോമനാഥ് ആൻഡ് ഭുവനേശ്വരി. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? ഡി ആണ് കേട്ടോ. 4 ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതും നടത്തിപ്പിനുമുള്ള അവകാശം. അത് മതസ്വാതന്ത്ര്യത്തിൽ വരില്ല. അത് ആർട്ടിക്കിൾ 29ഉം 30ലും വരുന്നതാണ്. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നത് 30ൽ വരുന്നതാണ്. ഇതൊക്കെ 25 മുതൽ 28 വരെ ആർട്ടിക്കിൾ വരുന്നതാണ് കേട്ടോ. ഈ 3 എണ്ണവും. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? 2024 ബ്രിക്സ് സമ്മേളനം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ എന്താ പഠിച്ചത്? റഷ്യയിലെ കസാനിൽ. കുറിച്യർ ലേഖനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനത്തിൽ ഇപ്പൊ എത്ര കുറിച്യർ ലേഖനയായി? 3ാമത്തെ കുറിച്യർ ലേഖനയാണ് വരുന്നത്. കണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ഇമ്പോർട്ടന്റ് ആണ്. കുറിച്യർ ലേഖന ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 1812 കുറിച്യർ ലേഖനം ഉണ്ടായത്. ശരിയാണ്. വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാരമൊന്നുമില്ല, കുറിച്യർ മാത്രമേ ഉള്ളൂ കേട്ടോ. വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. തെറ്റാണ്. പ്രധാന നേതാവ് രാമനമ്പി. ശരിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. അപ്പൊ ആൻസർ ഏത് വരും? സി.
കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? സി ആണ് കേട്ടോ. 1, 2, 3 ശരിയായിട്ടുള്ള 3 പ്രസ്താവന ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് അല്ലെ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ മാസം 12 നിലവിൽ വന്നത്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭ, അവിടെ അന്നൊരു എക്സാമിന് എല്ലാവർക്കും തെറ്റുപറ്റി, കാരണം ലോകസഭാ മണ്ഡലമാണ് വിചാരിച്ചു. ഇവിടെ നിയമസഭാ മണ്ഡലമാണ് ചോദിച്ചത്. ഡി ആണ്, പാലക്കാടും ചേലക്കരയും. കാരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ലേ, മണ്ഡലത്തിലേക്കാണ് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പാലക്കാടും ചേലക്കരയും കേട്ടോ. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം കിഴക്കോട്ട് എത്രയാ? 3. പടിഞ്ഞാറോട്ട് എത്രയാ? 41. 41ാമത്തെ ചോദ്യവും 41ാമത്തെ ആൻസറും അല്ലേ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല, 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് നമ്മുടെ വയനാടാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ആദ്യത്തേത് പള്ളിവാസലാണ് 1940 കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം കേരളത്തിൽ എക്കൽ മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യാൻ, ഇപ്പൊ കേരളത്തിൽ റബ്ബർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണല്ലോ. അപ്പൊ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഏത് മണ്ണാ? ലാറ്ററൈറ്റ് മണ്ണാണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം, റെഡ് ഡാറ്റ ബുക്കില് പറമ്പിക്കുളമാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകളുടെ എണ്ണം 20. കേരള സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീ നാരായണ ഗുരു. 1888. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, പയ്യന്നൂരിൽ വെച്ച് നടന്നതിന്റെ അധ്യക്ഷൻ ആരാ? ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് TK മാധവൻ. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം, പാർവതിബായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം. അപ്പൊ 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? മഞ്ചേരിയിലാണ്. അതിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ജനസംഖ്യാനുപാത സംവരണം. അപ്പൊ ഈ 3 SCERT കിടക്കുന്ന പോയിന്റ് ആണ്. 3 ആൾക്കാരെയും പഠിച്ചു വെച്ചോ. ഉൾപ്പെട്ട വിഷയം ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? നിഘണ്ടു ബി അർണോസ് പാതിരി അല്ലെ. പാതിരാത്രി ഇരുന്നിട്ട് മലയാളത്തിലെ ഒരു നിഘണ്ടു തയ്യാറാക്കിയില്ലേ. പാതിരാത്രി ഇരുന്നിട്ട് മലയാള ഭാഷയിലെ ഒരു നിഘണ്ടു തയ്യാറാക്കി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജൈവ വൈവിധ്യം വാൾട്ടർ ജി റോസൻ. ജൈവ വൈവിധ്യം എന്ന പദം വാൾട്ടർ ജി റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം. അമ്മയുടെയും, അതായത് ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി രക്തം കൂടിക്കലരാൻ പാടില്ല അല്ലെ. അങ്ങനെ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? പ്ലാസന്റയാണ്.
കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല. കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല. സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകളാണ്. ചെറുകുടലില് വിരലുകൾ പോലെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് വില്ലസുകള്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാധമനി. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 ശരിയായ പ്രസ്താവന. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് മർദ്ദം കൂടിയാൽ ഗ്ലോക്കോമ. ലെൻസ് അധാര്യമായാൽ തിമിരം. വൈറ്റമിൻ എയുടെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഉണ്ടാകില്ല, മർമ്മമില്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം അതായത് അമിതമായ വളർച്ച ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപിൻ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഡി ആണ് 4 ശരിയാണ് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം ഏതിലാണ്? ശ്വാസകോശമാണോ, ചെവിയാണോ, കണ്ണാണോ, വൃക്കയാണോ? കണ്ണിലാണ് അല്ലെ വിട്രിയസ് ദ്രവം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ജനറേറ്റർ എന്താണ്? ഒരു യന്ത്രമാണ് അല്ലെ. ആ യന്ത്രം എന്തായി മാറും? വൈദ്യുതിയായി മാറും അല്ലെ. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറും. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അതായത് ഇതിലിപ്പോ സദിശ അളവും അദിശ അളവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് സി ആണ്, വേഗമാണ് കേട്ടോ. വേഗം, പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം. ഇതെന്താണ്? അപ്പൊ ഇത് 3 ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം. എന്താണിത്? അദിശ അളവാണ് കേട്ടോ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ലാക്ടോമീറ്റർ എന്താണ്? പാലിന്റെ ആണ് അല്ലെ. ഇത് ചൂടാണ്. തെർമോമീറ്റർ ഹൈഡ്രോ ജലത്തിന്റെ ആണ്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. ജെ തോംസണുമായി. ഡി ആണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക്. അപ്പൊ പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് ജെ തോംസൺ. ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയത് ജെ തോംസൺ. റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്യുറൽ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ലീച്ചിങ് ഏതിലാണ്? അലുമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ ഐസോബാർ. ഇനി മാത്സിന്റെ ആൻസർ ടിക്ക് ചെയ്ത് പോവാ കേട്ടോ. നിങ്ങള് ഏതെങ്കിലും ജെറിൻ സാറിന്റെയോ ഏതെങ്കിലും ഇസ്മയിൽ സാറിന്റെയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നോക്കാം. ഈ കാറ്റഗറി കോഡ് ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും കേട്ടോ യൂട്യൂബില്. അപ്പൊ ഇത് നന്നായിട്ട് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തോ. 20 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തോ. അടുത്ത മാത്സിൽ ഫുൾ മാർക്ക് അടിച്ചിരിക്കും. 25 രൂപയാണ്. 82 ബി ആണ്. 83 ഡി. 84 എ. 85 എ. 86 സി. 87
87 ബി 88 ബി 89 ഡി 90 ഡി 91 ബി 92 സി 93 എ 94 ബി 95 ബി 96 എ 97 ഡി ആണ് 98 ഡിലീഷൻ ആണ് കേട്ടോ 99 ഡി ആണ് 100 സി ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഏഴാമത്തെ 7 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ 80 ക്വസ്റ്റ്യൻ ആകുമ്പോ 7 ക്വസ്റ്റ്യൻ ഇൻറ്റു 80 7 56 560 ക്വസ്റ്റ്യൻ പഠിച്ചു. 560 ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ അറിയില്ല, അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ 7 ക്വസ്റ്റ്യൻ 20 മാത്സ് ആകുമ്പോ 140 മാത്സിന്റെ ചോദ്യങ്ങളായി കണ്ടോ. ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഗുണം. 140 ക്വസ്റ്റ്യൻ ആയി മാത്സിൽ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിച്ചു വരാം. എക്സാം ആകുമ്പോഴേക്കും എല്ലാ പ്രിലിംസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും കയ്യിലെത്തിയിരിക്കും. അത് ഞാൻ തരുന്ന വാക്കാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത ടോപ്പിക് ആയിട്ട് കാണാം. ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഇടുന്നുണ്ട്. നന്നായിട്ട് പ്രയോജനപ്പെടുത്താം.